യാത്ര ചെയ്യുമ്പോൾ ടോൾ പ്ലാസകളിൽ കാശ് കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതേ ടോൾ പ്ലാസ കൊണ്ട് നമുക്കെങ്ങനെ കാശുണ്ടാക്കാം, നമുക്കെങ്ങനെ കോടീശ്വരനാകാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ കണ്ട വാർത്തയാണ്, പാലിയേക്കര ടോൾ പ്ലാസയിൽ കഴിഞ്ഞ 14.5 വർഷം കൊണ്ട് 1620 കോടി രൂപയാണ് അവർ കളക്ട് ചെയ്തെടുത്ത തുക എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ടോൾ പ്ലാസ തുടങ്ങണോ, നിങ്ങൾക്ക് ടോൾ കളക്ട് ചെയ്യണോ, നിങ്ങൾക്ക് പറ്റും. ഇവിടെയല്ല, ആഫ്രിക്കയിൽ. അവിടെ നിങ്ങളൊരു ചെറിയ റോഡ്, ഒരു സാധാരണ റോഡ് ടാർ ചെയ്യുകയോ അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ പാർട്ട്ണർ ആവുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഗവൺമെൻറ് നിങ്ങൾക്ക് അവിടെ ലീഗലായി ടോൾ പിരിച്ചെടുക്കാനുള്ള അനുവാദം തരും, അതും വർഷങ്ങളോളം. അതായത് പാലിയേക്കര ടോൾ പ്ലാസയും മറ്റ് ടോൾ പ്ലാസകളിലും കാശ് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പകരം നമുക്കെങ്ങനെ അതേ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കെങ്ങനെ കാശുണ്ടാക്കാം എന്ന വഴിയാണ് ആഫ്രിക്ക നിങ്ങളുടെ മുമ്പിൽ തുറന്നിരുന്നത്. ആഫ്രിക്കയിൽ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുതൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ പോലും നമുക്ക് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു വ്യവസ്ഥിതി നമുക്ക് അനുവാദം തരും. ഏത് വ്യവസ്ഥിതിക്കെതിരെയാണോ നമുക്ക് അമർഷം തോന്നുന്നത്, അതേ വ്യവസ്ഥിതി മറ്റ് ചിലയിടങ്ങളിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്കെങ്ങനെ കാശുണ്ടാക്കാമെന്ന വഴിയും തുറന്നു വെച്ചിരിക്കുന്നു. അതാണ് ആഫ്രിക്കയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്.